റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. എല്ലാവർക്കും സ്നേഹവന്ദനം. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്, നാം ഇന്ന് നിൽക്കുന്നത് ഒരു കൃപയിലാണ്. ആ കൃപ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചതാണ്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചത് വിശ്വാസത്താലാണ്. നമ്മൾ പ്രവേശിച്ചതല്ല, ഈ കൃപയിലേക്ക് നമ്മൾ പ്രവേശിച്ചതല്ല, നമുക്ക് പ്രവേശനം ലഭിച്ചതാണ്. നമുക്കറിയാം, ഈ സ്കൂൾ സീസണൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ഇത് കണ്ടിട്ടില്ലേ? പ്രവേശനോത്സവം. പുതിയ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഉത്സവം, അവർക്ക് എൻട്രി കൊടുക്കുകയാണ്. കോളേജിലേക്ക് പ്രവേശനോത്സവം വെക്കാറുണ്ട്. പുതിയ കുഞ്ഞുങ്ങളെ സ്വാഗതം ചെയ്യുക, പുതിയ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുക, അങ്ങോട്ട് പ്രവേശിപ്പിക്കുക അവരെ. ഇതുപോലെ നമ്മൾ പ്രവേശിച്ചതല്ല, നമുക്ക് പ്രവേശനം തന്നതാണ്. അതിന് കാരണം യേശുവാണ്. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ കൃപയ്ക്ക് കാരണം കർത്താവായ യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുകയാണ്, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് ജീവിപ്പിക്കുകയും കൃപയാലത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ഒരു കാലത്ത് നമ്മൾ മരിച്ചവരായിരുന്നു. ഏകൻ പാപം ചെയ്തു. ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചു. അങ്ങനെ ആ ഏകൻ ആദം മുഖാന്തരം ഞാനും ആദാമിൽ മരിച്ചു. സത്യത്തിൽ ഞാൻ നിരപരാധിയാണ്. ആദമാണ് മരിച്ചത്, ആദമാണ് ലംഘനം ചെയ്തത്. ആദം മരിച്ചു, ആദമിൽ ഞാനും മരിച്ചു. ഒടുവിലത്തെ ആദാമായിരിക്കുന്ന ക്രിസ്തു ക്രൂശിൽ മരിച്ചുകൊണ്ട് ആ ആദ്യത്തെ ആദാമിൻ്റെ മുഴുവൻ പ്രശ്നത്തിനും പരിഹാരം വരുത്തി. ഇവിടെയും ഞാൻ ഇല്ല. ഞാൻ ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് യേശുവിൻ്റെ കാൽവരി മരണം സംഭവിച്ചു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിൽ എനിക്കും രക്ഷ കിട്ടി. നമുക്ക് റോമാലേഖനത്തിലേക്ക് ഒന്നുകൂടെ വരാം. റോമാലേഖനത്തിൽ ആ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഏകൻ്റെ ലംഘനത്താൽ, റോമാലേഖനം 5:17, ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അടുത്ത വാക്യം: അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവധി വന്നതുപോലെ ഏകനിധിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിന് അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിത്തീരും. ഏകൻ്റെ അനുസരണ